100 സാധാരണ മനുഷ്യർ പെട്ടെന്നൊരു പുള്ളിപ്പുലിയുമായി മുഖാമുഖം വരുന്ന ഒരു സാഹചര്യം സങ്കല്പിച്ചു നോക്കൂ. മുൻകൂട്ടി തയ്യാറെടുപ്പുകളില്ല, ആയുധങ്ങളില്ല, പദ്ധതികളില്ല, നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ മാത്രം. ആദ്യ നോട്ടത്തിൽ ഇത് ലളിതമായി തോന്നാം. 100 പേർക്കെതിരെ ഒരാൾ. മനുഷ്യർ എളുപ്പത്തിൽ ജയിക്കേണ്ടതാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സാഹചര്യങ്ങൾ വെറും എണ്ണം കൊണ്ട് മാത്രം തീരുമാനിക്കപ്പെടുന്നതല്ല. പെരുമാറ്റം, സമയം, പ്രതികരണം എന്നിവയാണ് ഫലം നിശ്ചയിക്കുന്നത്. ഈ സാഹചര്യം മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം പുള്ളിപ്പുലിയെ മനസ്സിലാക്കണം. ഒരു പുള്ളിപ്പുലി കരുത്തൻ മാത്രമല്ല, അത് അങ്ങേയറ്റം കാര്യക്ഷമവുമാണ്. അത് പതിയിരുന്ന് ആക്രമിക്കുന്ന ഒരു വേട്ടക്കാരനാണ്. പുള്ളിപ്പുലി ദീർഘനേരം യുദ്ധം ചെയ്യില്ല. അത് പെട്ടെന്ന് ആക്രമിക്കുന്നു, ശരീരത്തിലെ പ്രധാന ഭാഗങ്ങളെ ലക്ഷ്യം വെക്കുന്നു, നിമിഷങ്ങൾക്കുള്ളിൽ പോരാട്ടം അവസാനിപ്പിക്കുന്നു. അതിൻ്റെ കരുത്ത് വേഗത, കൃത്യത, സഹജവാസന അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്നിവയിലാണ്, അല്ലാതെ അത് സഹനശക്തിയിലല്ല, അഥവാ എൻഡ്യൂറൻസ്. ഇനി നമുക്ക് ഇത് യാഥാർത്ഥ്യബോധമുള്ള വിവിധ ഘട്ടങ്ങളായി തിരിക്കാം. ഘട്ടം 1: പെട്ടെന്നുള്ള ഏറ്റുമുട്ടൽ, പരമാവധി പരിഭ്രാന്തി. പുള്ളിപ്പുലി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. ആരും ഇത് പ്രതീക്ഷിക്കുന്നില്ല. മനുഷ്യരുടെ ആദ്യ പ്രതികരണം ഒരു തന്ത്രമല്ല, മറിച്ച് ഭയമാണ്. ചിലർ മരവിച്ച് നിൽക്കുന്നു, ചിലർ ഓടാൻ ശ്രമിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ചിലർക്ക് മനസ്സിലാകുന്നില്ല. ഈ ഏകോപനമില്ലായ്മ പുള്ളിപ്പുലിക്ക് അവസരങ്ങൾ നൽകുന്നു. പുള്ളിപ്പുലി ഗ്രൂപ്പിനെയല്ല ആക്രമിക്കുന്നത്, മറിച്ച് ഒറ്റപ്പെട്ടു പോയവരെയോ പ്രതികരിക്കാൻ വൈകുന്നവരെയോ ആണ്. ആദ്യ നിമിഷങ്ങളിൽ ഒന്നോ അതിലധികമോ ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കാൻ അതിന് കഴിയും. ഇത് പുള്ളിപ്പുലി 100 മനുഷ്യരെക്കാൾ ശക്തമായതുകൊണ്ടല്ല, മറിച്ച് മനുഷ്യർ ഒരു യൂണിറ്റിയായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. ഘട്ടം 2: ഭാഗികമായ ഏകോപനം. ആദ്യത്തെ ആഘാതത്തിന് ശേഷം ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങുന്നു. അവർ ബഹളം വയ്ക്കുന്നു, പരസ്പരം അടുത്തു നിൽക്കുന്നു. ചിലർ കല്ലുകളോ വടികളോ കയ്യിലെടുക്കുന്നു. ഇപ്പോൾ സാഹചര്യം മാറാൻ തുടങ്ങുന്നു. പുള്ളിപ്പുലിക്ക് പൂർണ്ണ നിയന്ത്രണമില്ലാതാകുന്നു. അതിന് ഇപ്പോഴും വേഗതയുണ്ട്, പക്ഷേ ഇപ്പോൾ അത് പ്രതിരോധം നേരിടുകയാണ്. എന്നിരുന്നാലും ഗ്രൂപ്പ് ഇപ്പോഴും പൂർണ്ണമായി ഏകോപിപ്പിക്കപ്പെട്ടിട്ടില്ല. ഘട്ടം 3: പൂർണ്ണമായ ഏകോപനം. ഇനി മറ്റൊരു ഫലം സങ്കല്പിക്കുക. പരിഭ്രാന്തരാകുന്നതിന് പകരം ഗ്രൂപ്പ് വേഗത്തിൽ ഒന്നിക്കുന്നു. അവർ ഒരു വട്ടം രൂപീകരിക്കുന്നു, ദൂരം പാലിക്കുന്നുണ്ടെങ്കിലും ഒത്തൊരുമയോടെ നിൽക്കുന്നു. അവർ വലിയ ശബ്ദമുണ്ടാക്കുകയും തങ്ങൾ വലിയൊരു ശക്തിയാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ സാഹചര്യം പൂർണ്ണമായും മാറുന്നു. പുള്ളിപ്പുലി ഇനി വേട്ടക്കാരനല്ല, അത് ജാഗ്രത പാലിക്കുന്നു. കാരണം വന്യമൃഗങ്ങൾ അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കും. പുള്ളിപ്പുലിക്ക് പരിക്കുകൾ താങ്ങാനാവില്ല. കാട്ടിൽ ഒരു ഒടിവ് പോലും മരണത്തിന് കാരണമായേക്കാം. പുള്ളിപ്പുലി പിൻവാങ്ങാൻ ശ്രമിക്കുന്ന ഘട്ടമാണിത്. ഘട്ടം 4: പുള്ളിപ്പുലി ഒറ്റപ്പെടുമ്പോൾ. പുള്ളിപ്പുലിക്ക് രക്ഷപ്പെടാൻ വഴിയില്ലെങ്കിൽ അത് അതിക്രൂരമായി പെരുമാറും. അത് ജയിക്കാനല്ല, അതിജീവിക്കാനായി പോരാടും. അത്തരമൊരു സാഹചര്യത്തിൽ പുള്ളിപ്പുലിക്ക് പലരെയും പരിക്കേൽപ്പിക്കാൻ കഴിയും. എന്നാൽ 100 പേരോട് തുടർച്ചയായി പോരാടാൻ അതിന് കഴിയില്ല. ക്രമേണ പുള്ളിപ്പുലി തളരുകയും ഗ്രൂപ്പ് അതിനെ കീഴടക്കുകയും ചെയ്യുന്നു. ഇവിടെ യഥാർത്ഥ നിർണായക ഘടകം കരുത്തല്ല, മറിച്ച് സമ്മർദ്ദ ഘട്ടത്തിലുള്ള മനുഷ്യൻ്റെ പെരുമാറ്റമാണ്. മനുഷ്യർ വ്യക്തികളായി പ്രവർത്തിച്ചാൽ പുള്ളിപ്പുലിക്ക് തുടക്കത്തിൽ മേൽക്കൈ ലഭിക്കും. മനുഷ്യർ ഒരു ഗ്രൂപ്പായി പ്രവർത്തിച്ചാൽ കാലക്രമേണ മനുഷ്യർ വിജയിക്കും. തുടക്കത്തിൽ പുള്ളിപ്പുലിക്ക് മേൽക്കൈ ലഭിക്കുമെങ്കിലും ദീർഘനേരത്തെ പോരാട്ടത്തിൽ മനുഷ്യർ വിജയിക്കും. എന്നാൽ പരിക്കുകളും അപകട സാധ്യതയും ഉറപ്പാണ്. ഈ സാഹചര്യം വെറും മൃഗവും മനുഷ്യനും തമ്മിലുള്ളതല്ല. ഒറ്റയ്ക്ക് മനുഷ്യർ കരുത്തരായിരിക്കില്ല, പക്ഷേ ഒന്നിച്ചു നിന്നാൽ അവർ ഭൂമിയിലെ ഏറ്റവും ശക്തമായ ശക്തിയായി മാറുന്നു. അതുകൊണ്ട് ചോദ്യം ആരാണ് ശക്തൻ എന്നതല്ല, മറിച്ച് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ കണ്ടന്റ് ആയിട്ട് കാണാം ഗൈസ്. ബൈ ബൈ.